അവിടെ മലയിലാകുമ്പോ ആദ്യത്തെ 2-3 ദിവസങ്ങളൊക്കെ ഉം. അതുവരെ നമ്മൾ നാട്ടിലെ ജനങ്ങളുടെ കൂടെ താമസിച്ചിട്ട് പിന്നെ ഒറ്റയ്ക്ക് ഒരു കാട്ടില് ഉം. അത് ലൈറ്റ് ഇല്ല, ഇരുട്ടില്ല, ഒന്നുമില്ല അല്ലേ? ഒരു ഫുൾ ഫീലിംഗ് ഇരുട്ട്. ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അതെ. ഞാൻ രാത്രി കിടന്നാൽ ഉറങ്ങും, ആ. പകലിരുന്ന് ധ്യാനിക്കും. നമുക്ക് ഈ അന്തരീക്ഷം ഒരു വിഷയമല്ല, വെളിച്ചം വിഷയമല്ല. പിന്നെ അതെന്തോ വലിയൊരു ശക്തി. വെളിച്ചം രാത്രിയാകുമ്പോ കൂരിരുട്ടായിരിക്കുമല്ലോ, കാടിന്റെ മേളിൽ കൂരിരുട്ടും ഒന്നും കാണാൻ പറ്റില്ല. കാടിന്റെ മൂളിച്ച, മൃഗങ്ങളുടെ അലർച്ച, ഇതെല്ലാം അത് കേട്ടിട്ടാ മറ്റേ ആള് ഒരു ശബ്ദം വിളിച്ചത്. പേടിച്ചത് ധൈര്യമാണെന്ന് പറഞ്ഞ് വന്നതാണ്. വന്നതാണ്. പക്ഷെ പിറ്റേ ദിവസം കസേര പോലെ വെച്ചിട്ട് ഇറക്കി ഇറക്കി കൊണ്ടുപോണ്ടി വന്നു. കൊണ്ടുപോകും. ഇങ്ങനെ വരുമ്പോ അത് രാത്രി ഉറങ്ങുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല അല്ലേ? വേറെ പ്രവർത്തനങ്ങള്, പണി, വർക്ക്, ഭക്ഷണം ഒന്നും പാചകം ചെയ്യാനോ ഭക്ഷണം പാകം ചെയ്യുന്നില്ല, വെള്ളം പാത്രങ്ങളൊന്നും ഇല്ല. ചൂടാക്കുന്നില്ല, ചൂടുവെള്ളം ഉണ്ടാക്കുന്നില്ല, ഒന്നും യാതൊന്നും. കുടിവെള്ളമൊക്കെ അവിടെ അടുത്തുനിന്ന് കുടിവെള്ളം ഓലിന്ന് വരുന്ന വെള്ളമുണ്ട്. വെള്ളമുണ്ട്. ആ വെള്ളം ഞാൻ പറഞ്ഞ എനർജറ്റിക് ആയിട്ട് പിന്നെ കാട്ടിൽ ഒത്തിരി കാട്ടു മുന്തിരി ഉണ്ട്, ഈത്തപ്പഴം പോലെ നീളമുള്ള. അത് പഴുത്തു കഴിഞ്ഞാൽ മധുരമുണ്ട്, അതുണ്ട്. പിന്നെ ചൂട്ടപ്പഴം, ഈ കോംപ്ലക്സ് പോലെ മഞ്ഞ നിറത്തില് പഴം, അത് പറിച്ച് തിന്നാം. അത് പറിച്ചത്. ഇത് രണ്ടും മാത്രമാണ് ആകെ കഴിച്ചോണ്ടിരുന്നത്. പിന്നെ ഈ ആന ഒന്ന് ഉരുണ്ട് വീണ് തിരിച്ചു പോയ പിന്നെ പിറ്റേ ദിവസം മുതൽ ആനയാകാവില്ല. നാട്ടുകാരുടെ വാഴ മുടിപ്പിച്ചിട്ട് ആന വാഴക്കൊല കൊണ്ടായിരുന്നു. ഒരു കൊലയെ 2-3 കായൊക്കെ കാണുള്ളൂ. അത് വാതൊക്കെ വെച്ചിട്ട് വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ അതായത് ആന ഇപ്പൊ ഈ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച സമയത്ത് മൃഗങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടായിരുന്നുണ്ടോ? ഉണ്ടായിരുന്നു. ഒന്നുമില്ലായിരുന്നു. നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു മൃഗം ഇപ്പൊ മൃഗങ്ങള് കാട്ടാനും പിന്നെ മലാനുണ്ട്, പിന്നെ കാട്ടു കാടുണ്ട്, ചെന്നായുണ്ട്, കുറുക്കന്, എല്ലാ എല്ലാ ജീവിയുണ്ട്. പക്ഷെ ഒന്നും നമ്മുടെ ആന എന്തോ വന്ന് ആക്രമിച്ചില്ല. അതെങ്ങനെയായിരുന്നു സംഭവം? നമ്മളെയൊന്നും ചെയ്തു. അല്ല, വന്നില്ല. ആ വീട് അവിടെ ഫോറസ്റ്റുകാരുടെ കുടിലിട്ട് അടിച്ചു. അതെന്തായിരുന്നു സംഭവം? അത് ഒരു ദിവസം വൈകിട്ട് വന്നു വെച്ച് ആന പിന്നെ അപ്പുറം ചാപ്പ് വെച്ച് കെട്ടി, അവർ വെച്ച് കെട്ടിയതാണ്. നമ്മളിപ്പറേ താമസം തുടങ്ങിയിട്ട് അങ്ങോട്ട് അവരുടെ ആണ് കർണാടക. എന്നിട്ട് വെച്ച് കെട്ടി ആ ചാപ്പ വന്ന് അടിച്ച് പൊളിച്ച്. അത് ഓഗസ്റ്റ് 7-ാം തീയതി അടിച്ച്. കാണാൻ പറ്റുമായിരുന്നോ ചെയ്യുന്നത്? കാണാൻ നമ്മൾ കുഞ്ഞുങ്ങൾ 2 പേര് മണ്ണെണ്ണയും കൊണ്ട് വന്നവരാ താഴേന്ന്. ആ 2 കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ കൂടെ. ആ കുഞ്ഞുങ്ങൾ വന്ന് സിസ്റ്റം ചെയ്ത് നമുക്ക് ഈശോ താഴെ എവിടെയെങ്കിലും ആന നമ്മളെ കൊല്ലും. ഞാൻ നിന്നപ്പോഴാണ് വചനം ശരിക്കും ജീവനുള്ളതായിരുന്നു. 5-ാമത് സങ്കീർത്തനം കിട്ടി, 51-ാം സങ്കീർത്തനം. 4 വാക്ക് വചനം വായിച്ചപ്പോൾ ആന ഇങ്ങോട്ടടുക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടടുത്ത് ഇപ്പോൾ താഴേന്ന് ഒച്ച കേട്ടിട്ട് ആൾക്കാർ ഒത്തിരി 10-15 പേര് കയറി വന്നു. നമ്മളെ ശരിയാക്കി എന്നുള്ളതാണ് അവരുടെ ചിന്ത. എന്നിട്ട് കയറി വന്നു. അവര് കയറി വന്നപ്പോഴത്തേക്കും ആന പിന്നെ അത് അടുത്ത പണി കഴിഞ്ഞ് പിന്നെ ഇതിനോട്ട് അടുക്കാൻ വന്നതായിരിക്കും, എന്തോ അറിയില്ല. വന്ന വഴി ജണ്ട കിട്ടാൻ പിന്നെ കല്ലെ ചവിട്ടി തയ്ച്ചിരുന്നു വീണത്. പിന്നെ വീശമ്പലുള്ളതുകൊണ്ട് വീണത് നല്ലപോലെ കാണാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിന് ബുദ്ധിക്കയും വീശി നോക്കി. അപ്പൊ ഇവരെന്നോട് ചോദിച്ചു എന്നാണ്. അപ്പൊ ഞാൻ എഴുതി കൊടുത്തു, അവനെ കൊടുത്തതാക്കും. എഴുതി കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ടെന്ന്. 1 മണിക്കൂർ മിച്ചം അതിനെ ബുദ്ധിക്കയും വീശി നിന്നിട്ട് പുറകോട്ടടിച്ചു പോയി. പുറകോട്ടടിച്ചു പോയപ്പോൾ അത് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു പറഞ്ഞു ഇവിടെ പ്രത്യക്ഷം ഉണ്ട്, അതുകൊണ്ട് ആന പുറം തിരിയാതെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. പുറകോട്ടടിച്ചു പോയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ അന്ന് ഒരു മാത്യുച്ചേട്ടനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. ഏതായാലും പുള്ളി കാട് വെട്ടിത്തെളിച്ച് വഴി ആക്കി. ഇതുപോലെ ഒരു കല്ലിൽ ചാടി പോകണമെന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സമയമായി. പിന്നെ സിസ്റ്റർ ആ കാടിന്റെ മുകളിൽ ഇങ്ങനെ തപസ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ നാട്ടിലെ ആളുകൾക്കൊക്കെ അതൊരു അല്ലേ, അവരൊരു കരുതലുണ്ടായിരുന്നു അല്ലെ, ഇങ്ങനെ ഈ മലയുടെ മുകളിൽ ഒരു സിസ്റ്റർ ഒറ്റയ്ക്ക്. 650 പിള്ളേരെ ആദ്യം കൊണ്ടുപോയി പഠിപ്പിക്കാൻ തൃശ്ശൂർ ഉണ്ടാക്കി. ആ നാട്ടിൽ പുത്തമ്പ്ലാവുകാര്. അപ്പൊ അവരെ കൊണ്ടുപോയപ്പോഴത്തേക്കിനും അവരുടെ മക്കളെ ഓർത്ത് നമ്മൾക്ക് വേണ്ടി പുത്തമ്പ്ലാവുകാര് പാവപ്പെട്ട മനുഷ്യരുടെ പ്രാർത്ഥന കൂടെയാണ് എനിക്ക് ശക്തിയായിട്ടുണ്ടായിരുന്നു. മലമുകളിൽ ഇങ്ങനെ ഒരു സന്യാസിനെ, ഒരു സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നുണ്ടെന്നൊരു കരുതൽ ആ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആണ് മറ്റുള്ളവരിട്ട് പുള്ളി അരീകമലക്കാരനാ. പുള്ളിക്കറിയാം, പുള്ളി ശരിക്കും അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്തയാളാ. ഫാദർ ക്ലിൻഡച്ചൻ ആദ്യം ഇതിലിട്ടത്. പിന്നെ അതിനെപ്പറ്റി യൂട്യൂബിലിട്ട ക്ലിൻഡച്ചൻ അറിയാം. അവരവിടത്തെ അനുഭവസ്ഥരാണ്. അപ്പൊ അല്ലാതെ വെറുതെ ഇട്ടതല്ല, ഒരു അനുഭവം കൊണ്ട് ഇട്ടതാ കണ്ടത്. എന്നിട്ട് അങ്ങനെ നമ്മള് പിന്നെ
അവിടെ ഇതിലിപ്പോൾ വഴിയായി. പിന്നെ രമേശ് ചെന്നിത്തലയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നു. എന്നിട്ട് അങ്ങനെ വന്നപ്പോൾ രമേശ് ചെന്നിത്തലയൊക്കെ വന്നപ്പോൾ നമ്മൾ അവലും മലരും ഒക്കെ അവിടെ വേറൊന്നും കൊടുക്കാൻ പറ്റിയല്ലോ. അങ്ങനെ അതൊക്കെ കൊടുത്ത് പഴമൊക്കെ കൊടുത്ത് അങ്ങനെ താഴെ ആൾക്കാർ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവര് ആന പിറ്റേ ദിവസം മുതലേ നമ്മള് ഈ പക്ഷി ഞാൻ പറഞ്ഞില്ലേ ദൈവത്തെ വിളിക്കുന്ന പറഞ്ഞു, വെളുപ്പിന് കഴിഞ്ഞാൽ ഈശോയെ കരുണയായിരിക്കണേ ഏത് പക്ഷിയുണ്ടോ? അല്ല അവിടെ കുയില്, തത്തയാ. എന്നിട്ട് ദൈവമേ കരുണയായിരിക്കണേ കാക്കണേ ഈ തത്തമ്മ ഇരുന്ന് പറയും. കുയില് വന്ന് ചിലക്കും. അങ്ങനെയാണ് 5 മണിയായെന്ന് അറിയുന്നത്. എല്ലാ ദിവസവും രാവിലെ കുയില് വന്നൊരു പാറയുണ്ട്. ആ പാറ ഒരു സ്തൂപം പോലെ ഒരു പാറ, അതിന്റെ മല പോലെ ഒരു പാറയാ. അവിടെ വന്നിരുന്ന് ചലിക്കുമ്പോ നമ്മൾ എഴുന്നേക്കുന്നു. ഇപ്പോഴും സമയമായി, നേരം വിളിക്കാറായ. നമുക്കറിയാമല്ലോ, കണക്കൂട്ടി ഒന്ന് കൂട്ടുകൂട്ടും. പക്ഷെ ഈ അവിടെ വന്നിട്ട് ഈ കുയില് വന്ന് കളിക്കുമ്പോൾ നമ്മൾ സമയം അറിയും. അവിടെ തന്നെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. വെളിച്ചമാകുമ്പോൾ പുറത്തോട്ട് വന്ന് ഓസ് ഇട്ടിട്ടുണ്ട്, അതിൽ പോയി ഇതിലും ഐസ് പോലത്തെ വെള്ളമാണ്. അപ്പൊ പിന്നെ അതിൽ വെച്ച് മുഖം കഴുകി പിന്നെ നമുക്ക് പ്രാർത്ഥനയുള്ളൂ, വേറെ ഒന്നുമില്ല. വെള്ളം ഒഴിച്ചിട്ട് കുടിച്ച് പ്രാർത്ഥന. പിന്നെ ആ കാറ്റിക്കൂടെ വെച്ച് നടക്കും. വലിയ പെരുമ്പാമ്പുണ്ട്, ശിവന്റെയാക്ക് പോലെ ഉരുണ്ട് പോകുന്ന പെരുമ്പാമ്പ് കണ്ടിട്ടുണ്ട്. അതൊന്നും നമ്മളെ ഒന്നും ഉപദ്രവിക്കില്ല. ഇപ്പോഴും ഞാൻ പോയാലും എന്നെ തോട്ടപ്പുഴ പിടിക്കുകയില്ല. എല്ലാരും കണ്ട് ഇവരൊക്കെ മണിപ്പാറയത്തിന് ഇവരൊക്കെ കളിയാക്കി കടിച്ചാൽ ചത്തുപോകും. അതുകൊണ്ടാണ് കളിക്കാത്തത്. ആന പിടിക്കാത്ത, ആനയ്ക്ക് പിടിക്കാനും വേണ്ടിയില്ല. അന്ന് ഒന്നും കഴിക്കാത്തതുകൊണ്ട് എല്ലും തോലും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ആനയ്ക്ക് പിടിക്കാൻ വേണ്ടിയില്ല, കടുവായ്ക്ക് തിന്നാൻ ഇറച്ചിയില്ല, അങ്ങനെ ചെന്നായി ഒന്നും കടിക്കാത്ത. അതുകൊണ്ടാണ് ഇവരൊക്കെ കളിയാക്കുന്നത്. അപ്പം പക്ഷെ ദൈവത്തിന്റെ വലിയ സംരക്ഷണം. കടുവയൊക്കെ ഉണ്ടായിരുന്നു. കടുവയോടെയല്ല, കണ്ടിട്ടില്ല. അതിനുശേഷം കാവല് നിൽക്കുമായിരുന്നു എല്ലാ ദിവസവും. വൈകിട്ട് 6 മണിക്ക് വന്നാൽ രാവിലെ 6 മണിക്ക് തിരിച്ചു പോകുള്ളൂ. കാണാം. വാതിലില്ലല്ലോ, ആനയാ വാതിൽ. ആന വാതിൽക്കൽ നിൽക്കുമായിരുന്നു. വാതിൽക്ക് നിൽക്കും. പിന്നെ അവിടെ മനുഷ്യൻ ജീവനിൽ കൊതുകുള്ളവരാരും കയറുകയില്ല. പിന്നെ അതുകൂടാതെ ആനയോട് സംസാരിക്കുമായിരുന്നു. ആനയോട് സംസാരിക്കുന്നില്ല, ഞാൻ കിടന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അതുകൊണ്ടാവും അവിടെ കിടന്ന് നിന്നോളൂ. അവിടെ നിൽക്കുക, ഒരേ നിപ്പ് നിൽക്കുമെന്ന് ഓർക്കണം. ഒരേ നിപ്പ് ഈ വാഴ മറ്റുള്ളവരുടെ വാഴക്കൊല മുടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അതിന്റെ കൊല 1, 2, 3 കായത്തെ കാണുള്ളൂ. കൊല വാതൊക്കെ വെച്ചിട്ടാ. എല്ലാ ദിവസവും വെറും കൈയോടെ വന്നിട്ടില്ല, ഒരിക്കൽ പോലും വെറും കൈയോടെ വരികയില്ല. പഴം കഴിക്കും. പഴയോട് അതിന് 1, 2 ഒക്കെ കാണും. 3, 4 കൊലയുണ്ടെങ്കിൽ അത് 1, 2 ചില 4, 5 പഴം പുള്ളി തിന്നിയല്ല. ആന കാട്ടുവാഴ കടിച്ചു തിന്ന്, ആന വാഴ പച്ചക്ക് തിന്നിയല്ല, പച്ചക്ക തിന്നിയല്ല. അതുകൊണ്ടാണ് പിണ്ടി തിന്നും. പിണ്ടി തിന്നിട്ട് കൊല കൊണ്ട് അവിടെ വെക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ദൈവം വെറും കൈയോടെ ഇല്ലാതെ ആരെയല്ലോ ഭക്ഷണം തരാൻ മൃഗത്തെ പോലും നമ്മളെ. പിന്നെ രാത്രി നമ്മൾ വരുമ്പോൾ 2 വർഷം ചെന്നായി ഉണ്ട് രാത്രി താഴേന്ന്. രാത്രി 9 മണിക്കൊക്കെ ഞാൻ മല കയറി വരുവായിരുന്നു. പക്ഷെ 2 വർഷം ചെന്നായിക്കളുണ്ട്. അപ്പൊ പേടിക്കണ്ട. ഇപ്പൊ നമ്മള് പേടിക്കുന്ന മനുഷ്യർ 2 വർഷം അവരും ചെയ്യില്ല. ഞാൻ ആദ്യം ഓർത്തു ചെന്നായി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ എന്തോ ഒരു ജീവിയാണ്. പക്ഷെ അല്ല, നല്ല അൽസേഷൻ പട്ടിയെ പോലത്തെ പട്ടിയാണ് പറഞ്ഞത്. അപ്പൊ അവരുണ്ട് രാവിലെ. പിന്നെ വലിയ പെരുമ്പാമ്പൊക്കെ വന്നാലും നമ്മളോട് ഇപ്പോഴും ഇവിടെ ആണെങ്കിലും പാമ്പ് നമ്മളോട് ശല്യമില്ല. ഇപ്പൊ 2 വലിയ പാമ്പിനെ ഞങ്ങൾ കവട്ടയുള്ള കമ്പ് വെച്ചിട്ട് നെറ്റിനകത്ത് കുടുങ്ങിയിട്ട് നമ്മൾ രക്ഷപ്പെടുത്തി വെക്കും. നമ്മളോട് ശല്യമില്ല. അങ്ങനെ ഒരു 13 വർഷത്തോളം. എന്നിട്ട് അതിന്റെ ഇടയ്ക്കാണ് 13 വർഷത്തിന് ഇടയ്ക്കാണ് ശ്രീകണ്ഠാപുരത്ത് ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഡോക്ടർ ലില്ലിയുടെ കെട്ടിടം എടുത്ത് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് പനി വന്നു. അതുവരെ ഒരു അസുഖമില്ല. എന്നിട്ട് 105 പനി താഴ്ന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ പോവുകയാണ്, മലയ്ക്ക് ഇറങ്ങാൻ എനിക്ക് സമയമായിട്ടില്ല, ഞാൻ തിരിച്ചു. അപ്പോൾ ഇവരൊക്കെ കളിയാക്കിയിട്ട് ശവം എടുക്കാൻ ഞങ്ങൾ വന്നേക്കാം. കാരണം 105 ഡിഗ്രിയിൽ നിന്ന് 2-3 ഡോക്ടേഴ്സ് നോക്കിയിട്ട് എൻ്റെ പനി കുറയുന്നില്ല. എന്നിട്ട് പിന്നെയും ഞാൻ തിരിച്ച് മലയ്ക്ക് പോയി. ഈ പനി ഉള്ളപ്പോൾ തന്നെ മല കയറി. കുടിയാമല കഴിഞ്ഞപ്പോൾ എൻ്റെ പനി പോയി. അപ്പോൾ മല കയറണമെന്നുള്ള മലയിൽ തന്നെ സമയമായിട്ടില്ല. സമയമാകാതെ പിന്നെയും ഞാൻ അങ്ങനെയാണ് 13 വർഷം എടുക്കാറ്.